അമ്പിയാക്കന്മാരുടെയും മറ്റൊരു രൂപത്തിൽ കാണാം സ്വാലിഹികളുടെയും കബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി നമ്മുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇവർ പറയുന്നത് കബർ കെട്ടിപ്പൊക്കാൻ പാടില്ല, ശരി തന്നെയാണ്, അത് സാധാരണക്കാരുടെ കബറാണ്, അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും മഹാന്മാരുടെയും കബറല്ല ആ പറഞ്ഞത് എന്നാണ് സാധാരണ പോലെ പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ഹദീസിൽ എന്താ, റസൂൽ പഠിപ്പിച്ച ഹദീസിൽ എന്താ ഉള്ളത്? ജൂത ക്രിസ്ത്യാനികൾ അവരുടെ പ്രവാചകന്മാരുടെയും സ്വാലിഹികളുടെയും കബറുകളെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിവരയിട്ട് പറഞ്ഞു. എന്നിട്ട് അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കണം. അപ്പോൾ ദീന് ശക്തമായി എതിർത്ത കാര്യമാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ വന്നു. ഈ സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ വിടുകയാണ്. അലിയെ, പൊന്തി നിൽക്കുന്ന കബറും ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളും എല്ലാം നീ തകർത്തരിപ്പണമാക്കണം. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഭരണം കിട്ടുന്ന സമയത്ത് അബൂ അയ്യാജ് അൽ ഹസദിയെ വിട്ടുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറയാണ്, അബൂ അയ്യാജ്, എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഒരു ദൗത്യത്തിന് വിട്ടിരുന്നു, അത് ഞാൻ നിന്നെ വിടാണ്. ഇത്രയധികം ഇസ്ലാമിൽ ജാറങ്ങളും കബറുകളും അത് തകർക്കപ്പെടേണ്ടതാണ്, അത് ആരാധിക്കപ്പെടാൻ പാടില്ല. കബർ ഉയർത്തേണ്ടത് ഒരു ചാണാണ്, അത് കബറാണ്, മുസ്ലിമിൻ്റെ കബറാണ്, അത് ആദരിക്കപ്പെടണം എന്നുള്ള നിലക്ക്. അല്ലാതെ അതിനോട് പ്രാർത്ഥിക്കുകയോ അതിനോട് സഹായം ചോദിക്കുകയോ ചെയ്യുക, പ്രയാസങ്ങൾ പോയി പറയാന്നുള്ളത് ഇസ്ലാമിന് അന്യമാണ് എന്നർത്ഥം. فمن شاء اتخذ إلى ربه سبيلا